അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നത് മുതൽ മുസ്ലിങ്ങളെ അവിടെ കടത്താൻ പാടില്ല എന്ന വിവിധങ്ങളായ ബില്ലുകൾ പാസാക്കുന്നു, കോർട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ഡേ ടു ഡേ വായിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ദ ഹിന്ദു ഡെയിലി ന്യൂസ് പേപ്പറിൽ വന്ന ലേഖനം ദ ഏജ് ഓഫ് ആങ്കർ എന്നാണ്. ട്രംപ് അമേരിക്കയിൽ വന്നതിന് ശേഷം കോപത്തിന്റെ കാലഘട്ടം എന്ന പേരിൽ വിശാലമായി അവിടെ നടക്കുന്ന നടപടികളെ ഹിന്ദു ഡെയിലി ന്യൂസ് പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ ലേഖനം വന്നിരുന്നു. ഇതുപോലെ ലോകത്ത് വിവിധങ്ങളായ ഇസ്ലാമിനെതിരെയുള്ള നീക്കുപോക്കുകൾ നടത്തുമ്പോൾ അവിടെയെല്ലാം നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്കയിലെ ഭരണാധികാരി ഭയക്കുന്നത് ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തെ സൈന്യം അവരെ ആക്രമിക്കുമോ എന്നല്ല. എന്താ കാരണം? 6 അറബ് രാജ്യങ്ങളിൽ 5 അറബ് രാജ്യത്തിന്റെയും മിലിറ്ററി അധികാരം അമേരിക്കൻ ആർമിയോട് ബന്ധപ്പെട്ടിട്ടാണ്. GCCയിലെ ഒമാൻ ഒഴികെയുള്ള ബാക്കി 5 രാജ്യങ്ങളുടെയും മിലിറ്ററി അലയൻസ് അമേരിക്കൻ മിലിറ്ററിയോടാണ്. ഒമാനിൻ്റെത് ബ്രിട്ടനോടാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു രാജ്യങ്ങളുടെ ഏതെങ്കിലും വിധത്തിലുള്ള പരീക്ഷണങ്ങൾ, അറബ് രാജ്യങ്ങളുടെ പരീക്ഷണങ്ങൾ അമേരിക്കക്ക് ഭയമില്ല. കാരണം ടെക്നോളജിക്കലി ഈ പറയുന്ന 6 അറബ് രാജ്യങ്ങളും അമേരിക്കയുടെ അടുത്തേക്ക് എത്തുന്നില്ല. ഇന്ത്യ അതിനേക്കാളൊക്കെ എത്രയോ മുന്നിലാണ്. ഇന്ന് നമ്മൾ വിക്ഷേപിച്ച 104 ഉപഗ്രഹങ്ങളിൽ 1 UAE-യുടേതാണ്. ഇതുപോലെ ഒരുപാട് ടെക്നിക്കൽ സപ്പോർട്ടുകൾ നോക്കിയാൽ ഒരു അറബ് രാജ്യത്തിന്റെയും സൈനിക ബലത്തിന്റെ പേരിൽ അമേരിക്കക്ക് ഭയമില്ല. പിന്നെയോ പാകിസ്ഥാനിലെ സാങ്കേതിക വിദ്യകളെ അമേരിക്കയോ ഇന്ത്യയോ ഭയക്കേണ്ടതുണ്ടോ? ഇല്ല. പാകിസ്ഥാനിന്റെ സാങ്കേതിക സംവിധാനങ്ങൾ ഇന്ത്യയോളം എത്തില്ല. അമേരിക്കൻ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വളരാൻ പരിമിതികളുണ്ട്. വിശേഷിച്ചും യൂറോപ്യൻ യൂണിയന്റെ സപ്പോർട്ടുകൾ പാകിസ്ഥാന് വളരെ ഇല്ലാത്തതാണ്. ഇങ്ങനെയെല്ലാം നമ്മൾ ആലോചിച്ചു നോക്കിയാൽ അമേരിക്ക ഭയന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തിന്റെ സൈനിക ബലമല്ല. അമേരിക്ക ഭയന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം പേഴ്സണാലിറ്റിയുടെ സ്ഫോടനമല്ല. പിന്നെ എന്താണ്? അമേരിക്കയുടെ കയ്യിലുള്ള ആശയം, ഇസ്ലാമിക ആശയത്തെ മറികടക്കാൻ പറ്റുന്ന ഒരു വിശ്വാസ സംഹിത പടിഞ്ഞാറിന്റെ കയ്യിൽ ഇല്ല എന്നതാണ്. ഒരു ഭരണാധികാരിയുടെ മനസ്സിൽ മുളകുത്തുന്ന യുദ്ധപ്രേമം പല തലമുറകളുടെ മനസ്സിൽ കെടാതെ